തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചന ഭാഗമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠക്കാരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തി ഉള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ഭാഗ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അതിൽ നിന്ന് അകന്ന് നിൽക്കുക. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന വിശ്വാസ ജീവിതം നയിക്കുന്നവരെയൊക്കെ അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. കൗൺസിലിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി നയിക്കാതെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മായാമോഹങ്ങളിലും സുഖഭോഗങ്ങളിലുമൊക്കെ അടിമപ്പെടുത്തി ലക്ഷ്യം മറന്ന് തിന്മകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ജീവിതങ്ങളുമായി ചിലപ്പോഴൊക്കെ കൗൺസിലിങ്ങിന് മാതാപിതാക്കൾ കൊണ്ടുവരാറുണ്ട് മക്കളെ. പഠിക്കാനായിട്ട് +1 +2 ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവന് ലക്ഷ്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ പോലെയാണ്. പഠിക്കാനായിട്ട് താല്പര്യമില്ല, വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ചില മദ്യപാന കൂട്ടുകെട്ടുകളിൽ, ലഹരി പദാർത്ഥങ്ങളുടെ കൂട്ടുകെട്ടിൽ, ദൈവത്തെ നിഷേധിക്കുന്നവരുടെ കൂട്ടുകെട്ടിലൊക്കെ നമ്മുടെ യുവതി യുവാക്കളൊക്കെ വീഴുന്നത് വളരെ വേദനയുള്ള സംഭവങ്ങളാണ്, വളരെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. മാതാപിതാക്കളൊക്കെ പ്രാർത്ഥിക്കുന്നവരായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതിസന്ധികൾ അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നു? ലക്ഷ്യം ആദ്യം കൊടുക്കാത്തത് കൊണ്ടാണ്. മക്കളെ വളർത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് ശരിയായ ലക്ഷ്യബോധം കൊടുക്കണം. ഈ ജീവിതം ഈ ഭൂമിയിൽ തീരുന്നതല്ലെന്നും നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണെന്നുമുള്ള അവബോധം മക്കൾക്ക് കൊടുക്കാതെ മക്കളെ ലോകത്തിന് വേണ്ടി മാത്രം, ലോകത്തിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വളർത്തുമ്പോൾ അവരുടെ ജീവിതങ്ങളിൽ പിശാച് ഈ ലോകസുഖ മോഹങ്ങൾ കൊണ്ടിട്ട് അവരെ ലക്ഷ്യം തെറ്റിക്കുവാനായിട്ട് ഇടയാകുന്നത് നിത്യ സംഭവമാണ്. മാതാപിതാക്കളെ എതിർത്ത് സംസാരിക്കുന്ന മക്കളെ കാണാനായിട്ട് സാധിക്കും. മാതാപിതാക്കൾക്ക് പേടിയാണ്, ഭയമാണ്. 10-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ നേരെ ഒരു തെറ്റ് കാണുമ്പോൾ തിരുത്താൻ പോലും ഭയപ്പെട്ട് മാതാപിതാക്കൾ ഇന്ന് അസ്വസ്ഥപ്പെടുന്ന ഒരു കാലഘട്ടം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ലക്ഷ്യബോധത്തിൽ മക്കളെ വളർത്താത്തത് കൊണ്ടാണ്. പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ടുള്ള കരുത്ത് മക്കൾക്ക് പകർന്നു കൊടുക്കാത്തത് കൊണ്ടാണ്. സുഖലോലുപരായിട്ട് വളർത്തുന്ന രീതിയിൽ അവർക്കെല്ലാം കൊടുത്തിട്ട് അവരെ അധ്വാനശീലം വർദ്ധിപ്പിക്കാതെ ദൈവഭയത്തിലും ദൈവാരാധനയിലും അവരെ വളർത്താതെ അവരുടെ ആവശ്യങ്ങൾ, ഭൗതിക ആവശ്യങ്ങൾ മാത്രം എല്ലാം കൊടുത്തിരുന്നാൽ മക്കളുടെ ജീവിതത്തിൽ പിശാച് കയറി അവരെ തകർക്കാനായിട്ട് കാരണമാകും. ഏതാനും നാളുകൾക്ക് മുമ്പ് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനെയും കൊണ്ട് മാതാപിതാക്കൾ വന്നു. അവനിപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് താല്പര്യമില്ല, അവന് പഠിക്കാനായിട്ട് താല്പര്യമില്ല. അവൻ പറയുകയാണ്, എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. അവനെന്താണ്, ഒരു പിശാച് ബാധിച്ചതുപോലെയാണ്. അവൻ്റെ കയ്യിലെ മൊബൈൽ ഫോണാണ് അതിൻ്റെ പ്രശ്നം. കാരണം ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ് മൊബൈൽ ഫോൺ ഉപയോഗം. കുറേ കഴിഞ്ഞപ്പോൾ ആദ്യം അത് ഗെയിമായിട്ട് പോയി, ഗെയിമിലൂടെ കളിച്ച് സമയങ്ങൾ പോകുന്നതായിട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നെ അവൻ പല സൈറ്റുകളും പല തിന്മയുടെ അന്ധകാര ശക്തികളുടെ സ്വാധീനമുള്ള വെബുകളിലേക്ക് അവൻ്റെ ചിന്തകളും അവൻ്റെ കാഴ്ചകളും കടന്നുപോയി. അവസാനം അവന് പഠനത്തോട് താല്പര്യമില്ലാതായി. ഇനി എന്തിനു പഠിക്കണം, അതിൻ്റെ ആവശ്യമില്ല. കൂട്ടുകെട്ടുകളിലൂടെ കറങ്ങി നടക്കുന്ന സ്വഭാവമാണ്. അവനേക്കാൾ പ്രായമുള്ള ചെറുപ്പക്കാരുടെ കൂടെയാണ് അവൻ്റെ കറക്കം. പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥയുമായിട്ട് വേദനയുമായിട്ടാണ് ഈ മാതാപിതാക്കൾ ഇവനെയും കൊണ്ടുവന്നത്. അവനോട് ഞാൻ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, എന്തായിത്തീരണം? ഒരു ലക്ഷ്യവും ഇല്ല. അവൻ പറയണം, എനിക്കൊരു ലക്ഷ്യമൊന്നുമില്ല. കാരണം എനിക്ക് ജീവിതത്തോട് വലിയ താല്പര്യമൊന്നുമില്ല, ജീവിതം മടുത്തു എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ നല്ല പാഠങ്ങൾ കൊടുക്കേണ്ട ആദ്യ നാളുകളിൽ ഈ മാതാപിതാക്കൾ അത് കൊടുക്കുവാനായിട്ട് പരാജയപ്പെട്ടതാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണമെന്ന് മനസ്സിലായി. അവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് മരണത്തിൽ നശിച്ചു പോകേണ്ട ജീവിതമല്ല,
കർത്താവ് നിന്നെ ഈ ഭൂമിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഈ നിലനിർത്തിയിരിക്കുന്നത് നിൻ്റെ ജീവിതം നിത്യതയിൽ കൊണ്ടെത്തിക്കാനാണ്. വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു. എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി നടത്തി ജപമാലകൾ ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പയ്യൻ്റെ, ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരാനായിട്ട് തുടങ്ങി. അവൻ പ്രാർത്ഥനയോട് താല്പര്യം എടുക്കാനായിട്ട് തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞ് പിന്നെ പള്ളിയിൽ പോകാനും സ്കൂളിൽ പോകാനുമുള്ള ഒരവസ്ഥയിൽ ആ കുഞ്ഞിൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, പിശാച് ഇന്ന് ലക്ഷ്യബോധം നഷ്ടപ്പെടുത്തി മനുഷ്യനെ, ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും അതുപോലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ലക്ഷ്യബോധം നഷ്ടപ്പെടുത്തി ഈ ഭൂമിക്ക് വേണ്ടി മാത്രമായിട്ട് തിന്മ പ്രവൃത്തികളിൽ മുഴിപ്പിക്കുവാനായിട്ട് പിശാച് ഇന്ന് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇന്ന് ചുറ്റുപാടുകളിൽ നമ്മളെപ്പോലും വിസ്മയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുന്നു, വിഷമം തോന്നും. ചില സ്ത്രീകൾ പോലും, യുവതി യുവാക്കൾ പോലും ഈ കഞ്ചാവിന് അടിമകളായിട്ട് ജീവിക്കുക. ഒരു സഹോദരി കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഇതാണ്, അവരുടെ മകള് കഞ്ചാവിന് അടിമയാണെന്ന്. ഒരു 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ്. കോളേജിലേക്ക് പ്രവേശിച്ചതിന് ശേഷം കഞ്ചാവിനോടുള്ള ആസക്തിയിൽ അവൾ വീട്ടിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന അവസ്ഥയിലെത്തിയത് മാതാപിതാക്കൾ കണ്ടുപിടിച്ചു. വളരെ ധാർഷ്ട്യ സ്വഭാവവും ദേഷ്യ സ്വഭാവവും വയലൻ്റ് ആകുന്ന സ്വഭാവം, മാനസിക സമനില തെറ്റിയ ഒരു അവസ്ഥയിൽ ഈ പെൺകുട്ടി എത്തിയിരിക്കുകയാണ്. ആ ദുഃഖവുമായിട്ട് ഈ അമ്മ വന്ന് കരയുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള തിന്മ പ്രവൃത്തികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ, കുടുംബങ്ങളിൽ കടന്നു വരുവാനായിട്ട് കാരണം ലക്ഷ്യബോധത്തിൽ മക്കളെ വളർത്താത്തത് കൊണ്ടാണ്. എന്താണ് ലക്ഷ്യം? സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, നിത്യജീവനായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സ്വർഗത്തിലെത്തിച്ചേരുവാനും നിത്യജീവൻ പ്രാപിക്കുവാനുമായിട്ടുള്ള ഒരു ലക്ഷ്യബോധത്തോടുകൂടി മക്കളെ വളർത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകും. അങ്ങനെ ആ ലക്ഷ്യം തെറ്റുമ്പോഴാണ് അവർ സ്വാർത്ഥമോഹികളായിട്ട് മാറുന്നത്, ധനമോഹികളായിട്ട് മാറുന്നത്. കാരണം സ്വർഗം ലക്ഷ്യമല്ലാതെ വരുമ്പോൾ ഒരു വ്യക്തി സ്വാർത്ഥനായി മാറും. സ്വർഗം ലക്ഷ്യം വെച്ചുള്ള വ്യക്തിക്ക് അവൻ നിസ്വാർത്ഥനാകും. കാരണം നന്മ ചെയ്യാനായിട്ട് അവൻ്റെ മനസ്സുണ്ടാകും. ധനമോഹത്തിൻ്റെ അടിമയായിട്ട് മാറും സ്വർഗം ലക്ഷ്യമല്ലാത്ത വ്യക്തി. അഹങ്കാരികളായി മാറും. വചനം പറയുകയാണ്, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ 3-ാം അധ്യായത്തിലുള്ള വചനഭാഗം 2-ാമത്തെ വാക്യം പറയുകയാണ്, അഹങ്കാരികളായിട്ട് ഗർവിഷ്ഠരായി ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായി മനുഷ്യരുണ്ടാകും. അവസാനം നമ്മുടെ സമീപ പ്രദേശങ്ങളിലും ചുറ്റുപാടുകളിലൊക്കെ നടക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വചനം എത്രയോ അർത്ഥപൂർണ്ണമാണ്. ഈ വചനം എത്രയോ ഇന്ന് കാരണം വചനം മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് സത്യം ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തെ നിഷേധിച്ച് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളെ കാണാൻ പറ്റും. വിശുദ്ധിക്കെതിരായിട്ട്, തിന്മകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ജീവിതങ്ങൾ എത്രയോ കാണാം. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ഇന്ന് മദ്യം, മയക്കുമരുന്ന്, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ, ഈ ലോകത്തിലുള്ള തിന്മകൾക്ക്, വഞ്ചന, ക്രൂരത, ഇതൊക്കെ ഒരു വ്യക്തി അടിമപ്പെടാനായിട്ട് കാരണം എന്താണ്? ലക്ഷ്യമില്ല. ലക്ഷ്യബോധം നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകും. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 21 നമ്മൾ കാണുന്നുണ്ട്, കടലിൽ ശിഷ്യന്മാർ യാത്ര ചെയ്യുകയാണ്. അവർ പെട്ടെന്ന് കർത്താവിനെ കാണുകയാണ്. കടൽ പ്രക്ഷുബ്ധമായി, അസ്വസ്ഥതയായി. അവരുടനെ കർത്താവിനെ ആ വഞ്ചിയിൽ കയറ്റുവാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈശോ ആ വഞ്ചിയിൽ കയറി കഴിഞ്ഞപ്പോൾ വചനം ഇപ്രകാരം പറയുകയാണ്, അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണെന്നും ആ സ്വർഗം ലക്ഷ്യം വെച്ചുള്ള യാത്രയിൽ എത്തിച്ചേരണമെങ്കിൽ കർത്താവിനെ നമ്മുടെ ജീവിത നൗകയുടെ ഉള്ളിൽ കയറ്റുവാനായിട്ട് സാധിക്കണം. ഇന്ന് കർത്താവ് നമ്മുടെ മക്കളുടെ ഉള്ളിലുണ്ടോ? ഇന്ന് കർത്താവ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടോ? ഇന്ന് കർത്താവ് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലുണ്ടോ? ഇല്ലെങ്കിൽ അതാണ് കാരണമെന്ന് തിരിച്ചറിയുക. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ നമ്മുടെ ജീവിത നൗകയിൽ നമ്മൾ സ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ലക്ഷ്യം കൊടുക്കണം. ക്രൈസ്തവ വിശ്വാസ ജീവിതം അനുസരിച്ച് എന്തൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്? ഒന്നാമത് സ്നേഹമായിരിക്കണം നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. സ്നേഹമായിരിക്കണം. സ്നേഹത്തിന് വിരുദ്ധമായതൊക്കെ പാപമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുണ്ടെങ്കിൽ നമുക്കെങ്ങനെ ഒരാളെ ചതിക്കാൻ പറ്റും?
സ്നേഹമുണ്ടെങ്കിൽ നമുക്കെങ്ങനെ ഒരാളെ വേദനിപ്പിക്കാനായിട്ട് പറ്റും? സ്നേഹമുണ്ടെങ്കിൽ നമുക്കെങ്ങനെ സ്വാർത്ഥതയോടെ മറ്റുള്ളവരോട് ഇടപെടാനായിട്ട് പറ്റും? സ്നേഹമുണ്ടെങ്കിൽ നമുക്കെങ്ങനെ ഒരാളെക്കുറിച്ച് അപവാദം പറയാൻ പറ്റും? ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ നുണക്കഥകളുടെ പിന്നാലെ പോകുന്നത്? ഉള്ളിൽ സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ ചാനൽ ചർച്ചകളിലിരുന്ന് മറ്റുള്ളവരെ തകർത്ത് കൊല്ലണമെന്നുള്ള ചിന്തയ്ക്ക് ഒരു വ്യക്തി അടിമപ്പെടുന്നത്? കർത്താവിൻ്റെ രണ്ടാം വരവ് ലക്ഷ്യം വെച്ച് സ്വാർത്ഥത വെടിഞ്ഞ് നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരാളെ അപവാദം പറയുവാനോ ആ വ്യക്തിയെ തകർക്കാനോ പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം സ്നേഹമായിരിക്കണം. കുഞ്ഞുങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് ഈ ഒന്നാമത്തെ ലക്ഷ്യം സ്നേഹമാണ്. ഈശോ പറഞ്ഞില്ലേ, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവ്വശക്തിയോടുകൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹമാണ് ലക്ഷ്യം. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുത്താൽ കുഞ്ഞുങ്ങൾ ലക്ഷ്യബോധത്തോടുകൂടെ ജീവിക്കും. രണ്ടാമത് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 18 പറയുകയാണ്, അദൃശ്യവും അനശ്വരവുമായിരിക്കണം നിൻ്റെ ലക്ഷ്യങ്ങൾ. കാരണം കാണുന്നതിലല്ല ലക്ഷ്യം വയ്ക്കേണ്ടത്. കാണാത്ത കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്ത കാര്യങ്ങൾ വചനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ അത് അദൃശ്യമായ കാര്യങ്ങൾ, സ്വർഗീയ രഹസ്യങ്ങളെ നീ ലക്ഷ്യം വെച്ച് ജീവിക്കാനായിട്ട് കഴിയണം. കണ്ടു കഴിയുമ്പോൾ കാരണം ഇതിന് പൂർണ്ണതയില്ല. കാരണം ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നിത്യതയെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിലെ ജീവിത ശൈലികളെക്കുറിച്ചൊക്കെ കർത്താവ് വചനത്തിലൂടെയും വിശുദ്ധരുടെ ജീവിതത്തിലൂടെയും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദൃശ്യമായ ചില കാര്യങ്ങൾ ദൈവം തൻ്റെ വിശുദ്ധരായ ആത്മാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നുമൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യമായ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത സത്യങ്ങളെ വിശ്വസിച്ച് അത് ലക്ഷ്യം വെച്ച് ജീവിക്കാനായിട്ട് കഴിയണം. സ്വർഗത്തിലെത്തിച്ചേരാനായിട്ടുള്ള ജീവിതം ആണെന്നുള്ള ചിന്തയോടെ അദൃശ്യമായതിനെ, അനശ്വരമായതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയണം. മൂന്നാമത് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 9 പറയുക, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം നിൻ്റെ ലക്ഷ്യം. ദൈവത്തെ പ്രസാദിപ്പിക്കണം, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതല്ല, മാതാപിതാക്കളുടെ പ്രസാദനമല്ല. ചിലർ മാതാപിതാക്കളെ പ്രസാദിപ്പിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ മാതാപിതാക്കളോട് തന്നെ ദേഷ്യവും അമർഷവും തോന്നും. കാരണം ചില മാതാപിതാക്കൾ കാർക്കശ്യത്തോടെ ഇന്നത് ചെയ്യും എന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടമില്ലായിരിക്കും. എങ്കിലും മാതാപിതാക്കളെ പ്രീതിപ്പെടുത്താനായിട്ട് അത് കുഞ്ഞുനാളിലെ അല്പമൊക്കെ ചെയ്യും. കുറേ കഴിയുമ്പോൾ അവർക്ക് വൈരാഗ്യമാകും, ദേഷ്യമാകും. പിന്നെ അല്പം ആരോഗ്യമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ഈ കുട്ടി മറുതലിക്കും. കാരണം എന്താണ്? കുഞ്ഞുനാളിൽ അവൻ്റെ ചിന്ത എങ്ങനെയാണ്? മാതാപിതാക്കളെ പ്രീതിപ്പെടുത്തിയാൽ മതി. അല്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ദൈവത്തെ പ്രീതിപ്പെടുത്തുക. നീ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവം നിന്നെ കാണുന്നുണ്ടെന്നും ദൈവത്തിനായിട്ടാണ് നീ അത് ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിയണം. മാതാപിതാക്കളെ അനുസരിക്കുന്നത് ദൈവത്തെ അനുസരിക്കുവാനായിട്ട് സഹായിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മക്കളെ ആ രീതിയിൽ വളർത്തണം. നീ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തെ അനുസരിക്കുവാനായിട്ട് തയ്യാറാകണം. ദൈവം പറഞ്ഞ കൽപ്പനകൾ പാലിക്കണം. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞതാണ്. മാതാപിതാക്കളെ അനുസരിക്കണം, മുതിർന്നവരെ അനുസരിക്കണം. ദൈവീക കൽപ്പനയാണ്. കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇതൊക്കെ ദൈവീക കൽപ്പനകളാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതായിരിക്കണം നിൻ്റെ ലക്ഷ്യം. നീ ഇന്ന് ആയിരിക്കുന്ന ഇടത്തിൽ നിൻ്റെ ലക്ഷ്യം ദൈവത്തെ അംഗീകരിച്ച് അദൃശ്യമായവയെ ലക്ഷ്യം വെച്ച് സ്നേഹത്തിൻ്റെ ജീവിതമാണോ നയിക്കുന്നതെന്ന് ചോദിക്കുക. മറ്റൊന്ന്, നിൻ്റെ ലക്ഷ്യം നിത്യ ജീവനായിരിക്കണം. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 3-ാം അധ്യായം 14-ലും അതുപോലെ തന്നെ ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 16-ലും പറയുകയാണ്, നിത്യജീവനായിരിക്കണം നിൻ്റെ ലക്ഷ്യം, സ്വർഗമായിരിക്കണം ലക്ഷ്യം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ മനുഷ്യജീവിതം നിത്യജീവൻ ലക്ഷ്യം വെച്ച്, സ്വർഗം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്താൽ നമുക്കും മറ്റുള്ളവർക്കും അത് അനുഗ്രഹമായിട്ട് മാറും. ഒരു വ്യക്തിയുടെ ജീവിതം മറ്റുള്ളവർക്കും ആ വ്യക്തിക്ക് തന്നെ തകർച്ചയ്ക്കും കാരണമാകുന്നുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം മറ്റു പലതുമായതുകൊണ്ടാണ്. സ്വർഗമല്ല, നിത്യജീവനല്ല. സ്വർഗവും നിത്യജീവനും ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വ്യക്തി അവന് ആയിരിക്കുന്ന ഇടങ്ങൾക്കും അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ സാഹോദര്യങ്ങളിൽ ഈ ലക്ഷ്യം തെറ്റിപ്പോകുന്നത് കൊണ്ടല്ലേ കുടുംബ ബന്ധങ്ങൾ, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, അയൽക്കൂട്ടങ്ങളിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ജീവിത പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്തൃ മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ അവിശ്വസ്തതയും പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണം ഈ ലക്ഷ്യം മറന്നു പോകുന്നത് കൊണ്ടല്ലേ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 22-ാം തിരുവചനം ഇപ്രകാരമാണ്, അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക, പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരുടെ കൂടെ ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ ലക്ഷ്യം വയ്ക്കുക. ലക്ഷ്യം ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ഘടകമാണ്. ജീവിതത്തിൽ ലക്ഷ്യം നഷ്ടപ്പെടുമ്പോഴാണ് വ്യക്തികളുടെ ജീവിതം തകർച്ചയ്ക്കും
അസ്വസ്ഥതയ്ക്കും പിശാചിൻ്റെ ആവാസത്തിനും കാരണമാകുന്നത്. ലക്ഷ്യം നീതിയായിരിക്കണം, വിശ്വാസമായിരിക്കണം, സ്നേഹമായിരിക്കണം, സമാധാനമായിരിക്കണം. എങ്കിൽ നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. ഇന്ന് വാർത്താമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലുമൊക്കെ ഈ നന്മകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ഇന്ന് തെറ്റിദ്ധാരണകളും അവിശ്വസ്തതയും പ്രശ്നങ്ങളും ഇന്ന് കുടുംബ ബന്ധങ്ങളിലും അതുപോലെ തന്നെ അവരായിരിക്കുന്ന സൗഹൃദങ്ങളിലുമൊക്കെ ഈ തിന്മകൾ കയറി പറ്റുന്നത്. ലക്ഷ്യം മറന്നു പോവുകയാണ്, സ്വാർത്ഥത ലക്ഷ്യം വയ്ക്കുകയാണ്. കാരണം എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ വലിയ ആളാകണം, അല്ലെങ്കിൽ എനിക്ക് അവനെ അടിച്ചു താഴ്ത്തി ഞാൻ ഉയർന്നു നിൽക്കണം. ഈ സ്വാർത്ഥ ചിന്തകൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്, തെറ്റായ ലക്ഷ്യങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ സൗഹൃദപരമായി തീരേണ്ട ചർച്ചകൾ പോലും വാശിയും വെറുപ്പും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ, അപവാദം പരത്തുവാൻ, തകർക്കുവാൻ നമ്മൾ തരം താഴ്ന്ന പ്രവൃത്തികൾ ചെയ്യുന്നത്. ഒരാളെ രക്ഷിക്കുവാനായിട്ടുള്ള വിളിയാണ് ഒരു വിശ്വാസിയുടെ ജീവിതമെന്ന് തിരിച്ചറിയണം. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നില്ലേ? കാരണം സങ്കീർത്തനത്തിലൊക്കെ 15-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കർത്താവേ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും എന്ന് തുടങ്ങുന്ന 15-ാം സങ്കീർത്തനം ചെറിയൊരു സങ്കീർത്തനമാണ്. അതിൽ ഒരു വചനം ഇപ്രകാരമാണ്, 3-ാം വാക്യം: പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കുവാനായിട്ട് ജീവിതം ശരിയായ ലക്ഷ്യബോധത്തോടു കൂടി നയിക്കണം. അപവാദം പറഞ്ഞ് നടക്കുന്ന വ്യക്തി, പരദൂഷണം പറയുന്ന വ്യക്തി, അയൽക്കാരനെ ദ്രോഹിക്കുന്ന വ്യക്തി, അത് കർത്താവിൻ്റെ ഭവനത്തിൽ വാസം ചെയ്യുവാനായിട്ട് യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തി ചില കാര്യങ്ങൾ വ്യക്തതയോടെ തീരുമാനിക്കണം. ഞാൻ എന്താണ് കാണേണ്ടത്, എന്താണ് കേൾക്കേണ്ടത്. എൻ്റെ വിശ്വാസ ജീവിതത്തിന് സഹായിക്കുന്ന നന്മകളായിരിക്കണം നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതും. ചില ചാനൽ ചർച്ചകൾ അത് നിരന്തരം കേട്ട് വിശ്വാസം തകർന്ന്, ലക്ഷ്യബോധം തകർന്ന ജീവിതങ്ങളെ കാണാനായിട്ട് പറ്റും. സ്കൂളിൽ പഠിക്കേണ്ട പഠന മേഖലകളിൽ വിജയിക്കേണ്ട ജീവിതങ്ങൾ വേണ്ടാത്ത സീരിയലുകൾ കണ്ട് തെറ്റായ സൈറ്റുകൾ നിരന്തരം കണ്ട് ലക്ഷ്യം തെറ്റി പഠിക്കാനായിട്ട് താല്പര്യമില്ല, സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, ജോലിക്ക് പോകാനായിട്ട് താല്പര്യമില്ല, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് താല്പര്യമില്ലാതെയൊക്കെ അലസരായി നിഷ്ക്രിയരായിട്ട് വ്യക്തികൾ മാറുന്നത് ലക്ഷ്യം തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. നിൻ്റെ ലക്ഷ്യം പോലെ തന്നെ മാർഗവും പവിത്രമായിരിക്കണം. നീ നടന്നു പോകുന്ന വഴിയിൽ നീ തിരഞ്ഞെടുക്കുന്ന ഓരോ നിലപാടുകളും നിൻ്റെ ലക്ഷ്യത്തിന് ചേർന്നതായിരിക്കണം. അപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ചോദിക്കണം, ഇതെൻ്റെ ലക്ഷ്യത്തിന് സഹായിക്കുന്നതാണോ? ഇതെൻ്റെ ലക്ഷ്യത്തിന് സഹായിക്കുന്നതാണോ? മറ്റുള്ളവർക്ക് ഇടർച്ച നൽകാത്തതാണോ? ചില കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. TV കണ്ടതുകൊണ്ട് എൻ്റെ വിശ്വാസ ജീവിതം തകരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ TV പ്രോഗ്രാം അവസാനിപ്പിക്കണം. നീ അത് കണ്ടിട്ട് കാര്യമില്ല. ചിലർ കാരണം ഈ TV പ്രോഗ്രാം കണ്ട് എൻ്റെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ചില ജീവിതങ്ങളെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം തെറ്റായ വിമർശനങ്ങളും തെറ്റായ പരദൂഷണങ്ങളും അതുപോലെ തന്നെ വ്യക്തികളെ അവഹേളിച്ച് നിന്ദിച്ച് സഭയുടെ ഔദാശികതയെ, വിശ്വസ്തതയെ ഇതൊക്കെ തെറിവിളിക്കുന്ന ചർച്ചകൾ കണ്ട് കഴിയുമ്പോൾ ചിലരുടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അത് ആദ്യമേ തന്നെ അങ്ങനെയുള്ള പ്രോഗ്രാം കാണാതിരിക്കണമായിരുന്നു. വിശ്വാസം വർദ്ധിപ്പിക്കുന്ന നല്ല ചാനലുകൾ കാണണം. ദൈവം എല്ലാം ഈ ഭൂമിക്ക് തന്നിട്ടുണ്ട്. നന്മയുടെ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ആവശ്യമായ, നന്മയുടെ വഴിയിലൂടെ ചരിക്കുവാൻ ആവശ്യമായ എത്രയോ നന്മകളാണ് ദൈവം തന്നത്. വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് ദൈവം നമുക്ക് എത്രയോ ചാനലുകൾ തന്നിട്ടുണ്ട്. ശാലോം പോലുള്ള ചാനലുകൾ, ഗുഡ്നസ് പോലുള്ള ചാനലുകൾ, ദൈവിക ദർശനങ്ങളിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ സഹായിക്കുന്ന നന്മയുടെ ചാനലുകൾ കണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യം തെറ്റാതെ പോകാനായിട്ട് പറ്റും. പ്രാർത്ഥനയിൽ വളരാൻ പറ്റും, പഠനത്തിൽ വളരാനായിട്ട് പറ്റും, തൊഴിൽ മേഖലകളിൽ അഭിവൃദ്ധിയുള്ളവരായിട്ട് മാറാനായിട്ട് സാധിക്കും. ലക്ഷ്യം പോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാമുകളും ശരിയായിരിക്കണമെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ചില TV സീരിയലുകൾ പ്രാർത്ഥനാ ജീവിതത്തെയും വിശ്വാസത്തെയും തകർക്കുവാൻ കാരണമാകുന്നത് പോലെ ചില ന്യൂസ് ചാനലുകൾ, ചർച്ചകൾ ഇന്ന് അനേകരുടെ വിശ്വാസ ജീവിതത്തെ തകർത്തിട്ടുണ്ട്. കൗൺസിലിങ്ങിന് വന്നിട്ട് ചിലർ പറയുന്നുണ്ട്, അച്ഛാ ഇപ്പോൾ ഞങ്ങൾക്ക് സഭയോട് വലിയ താല്പര്യമില്ല, പള്ളിയിൽ പോകാനായിട്ട് താല്പര്യമില്ല, കൂദാശകളിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമില്ല. ചില ചാനൽ ചർച്ചകൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ തകർത്തിട്ടുണ്ട്. അവരാദ്യമേ ആ ചാനൽ ചർച്ചകൾ അവസാനിപ്പിക്കണമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ചർച്ചകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. അത് കേൾക്കുവാനായിട്ട് TV ഓണാക്കി നമ്മുടെ ഭവനത്തിൽ ആ ദുഷിച്ച വെറുപ്പിൻ്റെ, വാശിയുടെ, പരദൂഷണത്തിൻ്റെ, അപവാദത്തിൻ്റെ വാക്കുകൾ നമ്മുടെ വീടുകളിൽ മുഴങ്ങിയാൽ അതൊരു തകർച്ചയുടെ കാരണമായിട്ട് മാറും.
വിശ്വാസ തകർച്ചയ്ക്ക്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ തകർച്ചയ്ക്ക്, അഭിവൃദ്ധിയുടെ തകർച്ചയ്ക്കൊക്കെ ഇത് കാരണമാകുമെന്നറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് കഴിയണം. അപവാദങ്ങളെ തള്ളിക്കളയുവാനും വിശ്വാസം വളർത്തുവാൻ സഹായിക്കുന്ന നല്ല നല്ല പ്രോഗ്രാമുകൾ നമ്മൾ കാണുവാനും തയ്യാറായാൽ ലക്ഷ്യം തെറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇന്ന് ഈ ദിനത്തിൽ നമ്മുടെ ലക്ഷ്യം ഇന്ന് എന്താണ്? നീ എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചാണ് നീ മുന്നോട്ട് പോകുന്നത്? ഇതെൻ്റെ വിശ്വാസ ജീവിതത്തിന് ഉപകരിക്കുന്നതാണോ? മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതത്തിന് ഇത് സഹായിക്കുന്നതാണോ? എന്നെ നിത്യതയിലേക്ക് നയിക്കുന്നതാണോ എന്ന് ഓരോ കാര്യങ്ങൾ നീ തിരഞ്ഞെടുക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഈ ചോദ്യങ്ങളുണ്ടായിരിക്കണം. അപ്പോൾ നിനക്ക് വഴിതെറ്റുകയില്ല. പ്രിയമുള്ളവരെ, വീണ്ടും പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണെങ്കിലും നമ്മൾ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. ലക്ഷ്യബോധത്തോടൊപ്പം തന്നെ ക്യാരക്ടറാണ് ഏറ്റവും വലിയ പ്രധാനം. കാരണം ക്യാരക്ടറാണ്. സിറ്റുവേഷൻസിൻ്റെ മുകളിൽ നമ്മുടെ ക്യാരക്ടർ ഉയർന്നു നിൽക്കാനായിട്ട് കഴിയണം. ഞാൻ കോപിക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ പാപം ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ആ ഒരു ക്യാരക്ടറോടുകൂടി നീ ജീവിക്കുകയാണെങ്കിൽ ഏത് സിറ്റുവേഷൻസ് വന്നാലും നിൻ്റെ ക്യാരക്ടർ നിന്നിലൂടെ നിനക്ക് വിജയിക്കാനായിട്ട് പറ്റും. മറ്റൊന്ന് തിരിച്ചറിയണം, ദൈവം നിന്നോടൊപ്പമുണ്ട്. നിൻ്റെ യാത്രയിൽ, നിൻ്റെ ലക്ഷ്യത്തിൽ നിന്നെ കൊണ്ടെത്തിക്കുവാൻ ദൈവം നിന്നോടുകൂടെ സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ കർത്താവായ യേശുവിനെ നിൻ്റെ ജീവിതമാകുന്ന നൗകയിൽ ചേർത്ത് വയ്ക്കുക, കൂട്ടിച്ചേർക്കുക. ഈശോയോട് ആലോചന ചോദിക്കുക. ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് അത് സഹായിക്കുന്ന ഈശോയെ മുറുകെ പിടിക്കുക, അവൻ്റെ കരം പിടിക്കുക. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. നീ കടന്നു പോകുന്ന വഴികളിൽ, നീ എല്ലാ ഇടങ്ങളിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു യേശു നിൻ്റെ കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിച്ചാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, ക്ഷമയോടെ കാത്തിരിക്കുന്ന മനോഭാവം കൂടെ വേണം. ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ട മറ്റൊരു നന്മയെന്ന് പറയുന്നത് ദൈവത്തിനായിട്ട് കാത്തിരിക്കണം. ദൈവത്തിനൊരു സമയമുണ്ട്. കാരണം അത് കറക്റ്റ് ടൈമാണ്, ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈമാണ്. ദൈവത്തിന് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആ സമയം വരെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അല്ലാതെ നമ്മുടെ സമയത്ത് ഇപ്പോൾ തന്നെ ഇത് നടത്തണം എന്നുള്ള വാശി നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ലക്ഷ്യങ്ങൾ മാറിപ്പോകും. ചില ലക്ഷ്യങ്ങളുടെ കാരണം ചിലരൊക്കെ വാശി പിടിച്ചുകൊണ്ട് ചില കാര്യങ്ങളിൽ എടുത്തു ചാടി ലക്ഷ്യം നഷ്ടപ്പെട്ട് തകർന്ന് കിടക്കുന്നവരെ കാണാൻ പറ്റും. അവരല്പമൊന്ന് സാവകാശത്തോടെ പ്രാർത്ഥനയിൽ കാത്തിരുന്നുവെങ്കിൽ അവർക്ക് തെറ്റായ ലക്ഷ്യങ്ങളിൽ ചെന്ന് വീഴാതിരിക്കാമായിരുന്നു. ഇന്ന് അവർ തിരഞ്ഞെടുത്തത് ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാത്ത വിധം അവരെ തകർത്തെറിഞ്ഞ സാഹചര്യങ്ങളെക്കുറിച്ച് പരിതപിച്ച് ജീവിക്കുന്നവരെ കാണാനായിട്ട് പറ്റും. ചില തെറ്റായ പ്രേമബന്ധങ്ങൾ അത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒന്ന് ക്ഷമയോടെ അതിന് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കാതെ എടുത്തു ചാടി എനിക്കിത് തന്നെ വേണമെന്ന് പറഞ്ഞ് അവരിറങ്ങി പുറപ്പെട്ടിട്ട് ഒന്നിലും എത്തിച്ചേരാനാവാതെ നിരാശയ്ക്ക് അടിമപ്പെട്ട് തളർന്ന മനസ്സുമായിട്ട് കടന്നു വരുന്നവരെ കണ്ടുമുട്ടാനായിട്ട് ഇടയാകാറുണ്ട്. കാത്തിരുന്നുവെങ്കിൽ, ഒന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ലക്ഷ്യത്തിന് ചേർന്ന വിധം ഇത് സഹായിക്കുവാൻ തക്ക വിധം ആണെങ്കിൽ ദൈവം കൂട്ടിച്ചേർത്ത് തരുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്നുവെങ്കിൽ അവർക്ക് ആ തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാമായിരുന്നു. നമ്മുടെ ലക്ഷ്യം മറക്കാതിരിക്കാം. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം, നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം മറന്നു പോകാതിരിക്കുവാൻ തക്ക വിധം നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവാൽ പൂരിതമാക്കുവാനായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ലക്ഷ്യത്തിൽ കൃത്യതയോടെ ജീവിക്കുവാനായിട്ടാണല്ലോ ഞങ്ങളെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. പലപ്പോഴും യുവസഹജ മോഹങ്ങളിലും ലോകത്തിലെ തിന്മകളിലും ആകർഷിക്കപ്പെട്ട് ലക്ഷ്യം മറന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും സ്നേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനിൽ നിന്നും ഞങ്ങൾ അകന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇടയായിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങളോട് മാപ്പ് ആയിരിക്കണമേ. ഞങ്ങളുടെ പാവങ്ങൾ, ബലഹീനതകൾ നിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി ശരിയായ ലക്ഷ്യബോധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇന്ന് ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ശരിയായ ലക്ഷ്യത്തിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരണമേ. ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലും തിന്മകളിലും അപവാദങ്ങളിലും കുടുങ്ങി ലക്ഷ്യം നഷ്ടപ്പെട്ട് നിത്യനാശത്തിൽ വീഴാതിരിക്കുവാൻ, ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാൻ, ജീവിതത്തിൻ്റെ നൗകയിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി നിലനിർത്തി യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഭൗതിക സുഖങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി സ്വർഗത്തെ മറന്ന്, നിത്യതയെ മറന്ന്, ലക്ഷ്യം മറന്ന് നിത്യനരകാഗ്നിയിൽ വീഴാതിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.